ഹായ്, ഞാനിന്ന് വന്നത് നമ്മുടെ ഫാമിലി ലൈഫിനെ കുറിച്ച് പറയാനാട്ടോ. പലരും പറയും ഫാമിലി ലൈഫ് ഒരു അഡ്ജസ്റ്റ്മെൻ്റാണ്. അഡ്ജസ്റ്റ്മെൻ്റ് അല്ല, അണ്ടർസ്റ്റാൻഡിങ് ആണ്. കഴിവുകളും കുറവുകളും മനസ്സിലാക്കി പരസ്പരം സ്നേഹിച്ച് കഴിയേണ്ടതാണ് ഫാമിലി ലൈഫ്. ഒരു ഫാമിലി ലൈഫ് ആകുമ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാവുക സ്വാഭാവികമാണ്. ചട്ടിയും കലവുമ്പോൾ തട്ടിയും മുട്ടിയൊക്കെ ഇരിക്കും അല്ലേ. പക്ഷേ ആ വിള്ളലുകൾ കൂടുന്നത് വഷളാകുന്നത് എപ്പോഴാണെന്നറിയും? ഫാമിലി മെമ്പേഴ്സ് അതിൽ ഓവറായിട്ട് ഇൻവോൾവ്ഡ് ആവുന്നത്. നമ്മുടെ മക്കൾ മെച്ചുവേർഡായെന്ന് കാണുമ്പോഴല്ലേ നമ്മൾ അവർക്ക് ഫാമിലി ലൈഫ് സജസ്റ്റ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ എന്തിനാ അവരുടെ കാര്യങ്ങളിൽ ഓവറായിട്ട് ഇൻവോൾവ് ചെയ്യണു? അവരവരുടെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ പഠിക്കട്ടെ എന്ന്. എത്ര കാലം നമുക്ക് നമ്മുടെ പിള്ളേരെ സപ്പോർട്ട് ചെയ്യാനും അവരുടെ കാര്യങ്ങളിൽ ഇൻവോൾവ്ഡ് ആവാനും പറ്റും? നമ്മുടെ ഫാമിലി മെമ്പേഴ്സിൻ്റെ ഓവർ ഇൻവോൾവ്മെൻറ്റ് കുറച്ചാൽ തന്നെ പകുതി പ്രശ്നങ്ങൾ തീരും അല്ലേ. അവർ പരസ്പരം തർക്കിച്ചോ കരഞ്ഞോ പഴിചാരിയോ തീർക്കട്ടെ എന്ന്. അതൊരു മുറിയുടെ ഉള്ളിൽ തീരും അത്. പക്ഷെ അത് ഫാമിലി മെമ്പേഴ്സിൻ്റെ ഇൻവോൾവ്മെൻറ്റ് വരുമ്പോൾ അത് വഷളാവും, അത് ചർച്ചയിലേക്കാവും, പലവിധ അഭിപ്രായങ്ങൾ വരും, അവസാനം അത് കോടതിയിലെത്തും. അതിൻ്റെ റിസൾട്ട് വരെ ഡിവോഴ്സ് ആയിരിക്കും. അവിടെ ഒറ്റപ്പെടുന്നത് മക്കളായിരിക്കും കേട്ടോ. നമ്മളായിട്ട് എന്തിനാണ് നമ്മുടെ മക്കളുടെ ഒരു കുടുംബജീവിതം ഇല്ലാണ്ടാക്കുന്നത്? അതുകൊണ്ട് നമ്മുടെ മക്കളുടെ ഫാമിലി ലൈഫിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടായാൽ അത് അവർക്ക് വിട്ടുകൊടുക്കുക. അവരത് സോൾവ് ചെയ്യാൻ പ്രാപ്തരാണ്. എത്ര കാലം സഹോദരങ്ങൾ, മാതാപിതാക്കൾ, മറ്റു ബന്ധുമിത്രാദികൾ ഇവരുടെ കാര്യത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കും? ഒരിക്കലും ചെയ്യരുത്. അത് അവരെ കൂടുതൽ കൺഫ്യൂഷൻസ് ഉണ്ടാക്കുകയുള്ളൂ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.